നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കുവൈറ്റിൽ 2771 പേരെ കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കിയതിൽ 609 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 849 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. ഇതോടെ രോഗബാധിതരുടെ ആകെ എണ്ണം 34,432ഉം രോഗമുക്തി നേടിയവരുടെ എണ്ണം 24,137 ഉയർന്നു. പുതിയ രോഗികളിൽ 106 പേർ ഇന്ത്യക്കാരാണ്. 70 വയസ്സുള്ളവരാണ് മരിച്ചത്. ഇതോടെ ആകെ മരണം 69ആയി. പുതുതായി 1476 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 75,000 കടന്നു. അതേസമയം രോഗം ഭേദമായവരുടെ എണ്ണം 1,00,000 കടന്നത് ആശ്വാസകരമാണ്. പുതുതായി 1918 പേർക്കാണ് രോഗം ഭേദമായത്. ഇതോടെ ആകെ രോഗമുക്തി നേടിയവർ 51,331ആയി. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു. പോലീസ് മ്യൂസിക് ബാൻഡിലെ സീനിയർ മ്യൂസീഷ്യനും കണ്ണൂർ ചാലാട് സ്വദേശിയുമായ പോൾ സോളമനാണ് മരിച്ചത്. BDF ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയവേ വ്യാഴാഴ്ച പുലർച്ചെയാണ് മരണം. കേരള പോലീസിലും ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു. മങ്ങാട്ടുപറമ്പ് പോലീസ് മ്യൂസിക് ബാൻഡിലെ അംഗം കൂടിയായിരുന്നു ഇദ്ദേഹം. UAEക്ക് ആശ്വാസം പകർന്ന് COVID-19 ബാധിതരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. 1217 പേരാണ് ഇന്ന് മാത്രം രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. പുതുതായി 45,000 പേർക്ക് പരിശോധന നടത്തിയപ്പോൾ 479 രോഗബാധിതരെ മാത്രമേ കണ്ടെത്തിയുള്ളൂ എന്നും UAE ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മരിച്ചത് 2 പേർ. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 15,566 പേർ. മെയ് 30 ശേഷം ഇതാദ്യമായാണ് രോഗികളുടെ എണ്ണം ഇത്രയും കുറയുന്നത്. ഇന്ന് രോഗം ഭേദമായവരുടെ അനുപാതത്തിൽ UAEയിൽ രോഗമുക്തി നേടുന്നവരുടെ ശതമാനം 61.6 ആണ്. കുവൈറ്റിൽ എണ്ണ മേഖലയിൽ വിദേശീയ നിയമം നിർത്തലാക്കുമെന്ന് പെട്രോളിയം മന്ത്രി ഡോക്ടർ ഖാലിദ് അൽ ഫാദിൽ പറഞ്ഞു. കുവൈറ്റ് പെട്രോളിയം കമ്പനിയിലും മറ്റു അനുബന്ധ കമ്പനികളിലും 2020 തുടങ്ങി 2021 സാമ്പത്തിക വർഷത്തിൽ വിദേശികളുടെ നിയമനം ഉണ്ടാവില്ല. പാർലമെന്റ് സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യും. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ എണ്ണവില കുറഞ്ഞത് താൽക്കാലികമാണെന്നും വില തിരിച്ചു കയറുമെന്നുമാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗൾഫ് മേഖലയിൽ COVID-19 രോഗികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായി. സൗദി അറേബ്യയിൽ ബുധനാഴ്ച മാത്രം രോഗം സ്ഥിരീകരിച്ചത് 3,717 പേരിലാണ്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 1,12,288 എത്തി. 1,615 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തർ 77,954 അതേസമയം 36 പേർ കൂടി മരിച്ചു. ആകെ മരണം 819 ഉയർന്നു. ഖത്തറിലും രോഗികളുടെ എണ്ണത്തിൽ ബുധനാഴ്ച വർധന രേഖപ്പെടുത്തി. ദുബായ് KMCCയുടെ ആദ്യഘട്ട ചാർട്ടേഡ് വിമാന സർവീസ് ജൂൺ 11-നും 12-നും ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടും. 11-ന് വ്യാഴാഴ്ച ഇൻഡിഗോയുടെ ഒരു സർവീസും 12-ന് 2 സർവീസുകളുമാണുള്ളത്. ചാർട്ടേഡ് വിമാന സർവീസുകൾ പുതിയ സമയക്രമം അനുസരിച്ചായിരിക്കുമെന്ന് KMCC അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 9 മണിക്കും വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്കും രാവിലെ 9 മണിക്കുമാണ് ഇൻഡിഗോ വിമാനങ്ങൾ ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുക. തുറക്കുന്നതിന് മുന്നോടിയായി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ അണുവിട തെറ്റാതെ നടപ്പാക്കുകയാണ് ദുബായിലെ ആരാധനാലയങ്ങൾ. CDAയുടെ അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങളും ഇതിനോടൊപ്പം പാലിക്കുന്നുണ്ട്. ആരാധനാലയങ്ങളും പരിസരവും അണുവിമുക്തമാക്കുന്നതിനൊപ്പം ആളുകൾ വരുന്നതിനും പോകുന്നതിനും പ്രത്യേക വാതിലുകൾ ഉൾപ്പെടെ സജ്ജമാക്കുന്നു. വന്ദേ ഭാരത് മിഷന്റെ പ്രത്യേക വിമാനങ്ങളിൽ നാട്ടിൽ പോകാൻ ഇനി എംബസിയുടെ കനിവ് കാത്ത് നോക്കിയിരിക്കേണ്ട. എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്നും നേരിട്ട് ടിക്കറ്റ് എടുക്കാം. എയർ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ തന്നെയാണ് ട്വിറ്റർ സന്ദേശത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. 3ാം ഘട്ടത്തിൽ ബ്രിട്ടനിൽ നിന്നും കൊച്ചിയിലേക്ക് ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് അനുവദിച്ചിട്ടുള്ള വിമാനങ്ങളിൽ ഇന്നലെ രാവിലെ 8 മുതൽ ബുക്കിംഗ് ആരംഭിച്ചു. എന്നാൽ ടിക്കറ്റിനായി ശ്രമിച്ചവർക്കൊന്നും ബുക്കിംഗ് സാധ്യമായില്ല. ഈ മാസം 21-നാണ് മുംബൈ വഴി കൊച്ചിയിലേക്കുള്ള വിമാനം. 15 മുതൽ 30 വരെ മറ്റ് സിറ്റികളിലേക്കും സർവീസ് ഉണ്ട്. OCI കാർഡുള്ളവരിൽ യാത്രാനുമതിയുള്ള 4 വിഭാഗക്കാർക്ക് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകൂ. അബുദാബി ആസ്ഥാനമാക്കിയുള്ള UAEയുടെ ദേശീയ വിമാന കമ്പനിയായ എത്തിഹാദ് ജൂലൈ 1 മുതൽ കൊച്ചി അടക്കം ഇന്ത്യയിലെ 5 കേന്ദ്രങ്ങളിലേക്ക് പറക്കുന്നു. ബംഗളൂരു, ചെന്നൈ, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലാണ് മറ്റ് കേന്ദ്രങ്ങൾ. ഇന്ത്യ കൂടാതെ പാകിസ്ഥാൻ, മധ്യപൂർവ്വദേശം, യൂറോപ്പ് എന്നിങ്ങനെ 42 കേന്ദ്രങ്ങളിലേക്ക് എത്തിഹാദ് സർവീസ് ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ സർവീസ് ആരംഭിക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കി.
വന്ദേ ഭാരത് ദൗത്യത്തിന്റെ 4ാം ഘട്ടത്തിൽ ഒമാനിൽ നിന്ന് ഇന്നലെ 2 വിമാനങ്ങൾ കേരളത്തിലേക്ക് പുറപ്പെട്ടു. IX 1350 മസ്കറ്റ് കോഴിക്കോട്, IX 1446 സലാല കൊച്ചി വിമാനങ്ങളിൽ 375ഓളം പേരാണ് പുറപ്പെട്ടത്. എംബസി ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഇന്ന് ഡൽഹിയിലേക്കും നാളെ തിരുവനന്തപുരത്തേക്കുമാണ് സർവീസ്. 4ാം ഘട്ടത്തിൽ 14 സർവീസുകളാണ് ഉണ്ടാകുക. കേരളത്തിലേക്ക് 8 വിമാനങ്ങളും ഉണ്ടാകും. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇതുവരെ മടങ്ങിയത് 110 കുട്ടികൾ ഉൾപ്പെടെ 3793 പേർ. വന്ദേ ഭാരതത്തിന്റെ ഭാഗമായി ദോഹയിൽ നിന്നുള്ള 22ാമത്തെ വിമാനമാണ് ഇന്ന് ഉച്ചയ്ക്ക് 3:35 കോഴിക്കോട്ടേക്ക് മടങ്ങിയത്. ഇന്ത്യൻ സമയം രാത്രി 10:20 12 കുട്ടികൾ ഉൾപ്പെടെ 189 യാത്രക്കാരുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട്ടെത്തും. നാളെ കോഴിക്കോട്ടേക്കും തമിഴ്നാട്ടിലെ തൃച്ചിയിലേക്കുമാണ് സർവീസ് ഉള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.